പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. അവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും എല്ലാ വാർഡിലെയും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളും റോഡുകളിലെ വെള്ളക്കെട്ടും ചന്ദ്രാപിനി ചാമക്കാല റോഡിലൂടെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനും എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് സജയ് ബാബുവിന്റെ അധ്യക്ഷതയിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പി ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയ്ക്കെതിരായിട്ടാണ് ഈ ധർണ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ധർണയിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ കേവലം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം വിഷയങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പതിറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി തന്നെയാണ് കേരളത്തിലെ സംസ്ഥാന ഭരണത്തിനും കേരളത്തിലെ ഒട്ടനേകം വരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാം കാഞ്ഞിരപ്പറമ്പിൽ, ചന്ദ്രാപിനി മണ്ഡൽ കാര്യവാഹ് സുവീഷ്, എടത്തിരുത്തി മണ്ഡൽ കാര്യവാഹ് രാകേഷ് സമ്പർക്ക പ്രമുഖ് തിലകൻ പൈനാട്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു കാത്തിരപ്പറമ്പിൽ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി.